guys, welcome to the YouTube channel. അപ്പോൾ ഇന്ന് നമ്മളുള്ള കക്കാട് BMA ഇനോഗ്രേഷൻ പരിപാടിക്കാണ്. ഫുള്ള് പരിപാടിയും കാര്യങ്ങളും ഫുള്ള് ഞാൻ വ്ലോഗിൽ അപ്ലോഡ് ചെയ്യുന്ന നമ്മളതാ ചെക്കന്മാരിതാ പായസം വിളമ്പലും പരിപാടി ആയിട്ടോ. നമ്മളെ പായസവും വരുന്ന ആൾക്കാർക്ക് പായസം കൊടുക്കലും ഇതൊക്കെ ജാസിമാട്ടോ നോക്കുക. ജാസിമിന്റെ ഒരു ക്ലോസ് അപ്പ് ഷോട്ട്. അപ്പൊ ഗൈസ് BMA പുതിയ കോച്ച് ഈ ക്ലാസിന്റെ ഓൾ ആൻഡ് ഓൾ ഫിദാൽ മുഹമ്മദ് ആണ് നമ്മളെ പേരുള്ളത്. എടാ അപ്പൊ CI സാറൊക്കെ വരാൻ പോവാണ്. എനിക്ക് എന്താ പറയാനുള്ളത്? പ്രൗഡ് മൂമെന്റ്, ഫസ്റ്റ് സ്റ്റാർട്ടപ്പ്. സന്തോഷം, എല്ലാ ഭംഗി നടക്കട്ടെ എന്ന് മാത്രം പറയുന്നത്. മൊത്തം ടെൻഷൻ ആയിട്ടുള്ള ഒന്നും പറയാൻ. ഇത് മസൂദ് എന്റെ നാട്ടിലാണ്. പിന്നെ മസൂടി ഒരു കാലമായിട്ടുണ്ട്. പിന്നെ കോച്ചാണ്, റഫറിയാണ്. ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു കക്കാട് ഒരു പുതിയ ക്ലബ്ബ് തുടങ്ങാന്നുള്ള. അത് ഇന്നാണ് സാധിച്ചത്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഹലോ ഗൈസ്, അപ്പൊ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളെ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യാൻ CI ഇങ്ങോട്ട് വരും. സ്ഥലം CI. പിന്നെ എല്ലാവരും ഇത് അവിടെ റെഡിയാണ്. ഇതാട്ടോ നമ്മളെ കോർഡിനേറ്റർ ഹെഡിന്റെ ഉള്ളിൽ പായസം മാത്രല്ല വെള്ളവും വിളമ്പത്തിന്റെ CIയും ഓരോക്കെ വന്നിട്ട് ഇരിക്കുക. ഗൈസ് അപ്പൊ സ്ഥലം CI ഇവിടെ എത്തിയിട്ടുണ്ട് ഉദ്ഘാടനം ചെയ്യാൻ. ക്ലബ്ബ് BMA ക്ലബിന്റെ ഉദ്ഘാടനത്തിന് ക്ലബിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. സ്ഥലം CIയും പിന്നെ നമ്മളെ പേരാമ്പ്ര കക്കാടിന്റെ സ്ഥലത്തുള്ള CIയും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെയുണ്ട് ക്ലാസ് എക്സ്പീരിയൻസും ഒക്കെ നമുക്ക് അവരോട് ചോദിക്കാം. ഹലോ ഗൈസ്, അപ്പൊ ഇതാണ് 2 CI ആണ് നമ്മളെ ക്ഷണം സ്വീകരിച്ച് ക്ലബ്ബ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ട് വന്ന് അവർക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കാം. സാറിന്റെ പേരെന്താ? എന്റെ പേര് ജംഷീദ്. അപ്പം ഈ പരിപാടി ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഓക്കെ, സാറിനെന്താ പറയാനുള്ളത്? സാറിന്റെ പേര്? എന്റെ പേര് റഫീഖ് എന്നാണ്. ഞാൻ ഈ നാട്ടുകാരനാണ്. എന്റെ മക്കളൊക്കെ തന്നെ ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഞാനിവിടെ ഒന്ന് ലീവിന് വന്നപ്പോൾ ഇതൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇതിന്റെ കുറെ കാലമായിട്ട് BMA ആയിട്ട് എനിക്ക് നല്ല ബന്ധമുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിൽ വളരെ നല്ല സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് കുട്ടികൾക്ക് രംഗത്തേക്കും കൂടി ഇതൊരു കരാട്ടെ ട്രെയിനിങ് മാത്രമല്ലല്ലോ. ഇത് സ്പോർട്സ് അക്കാദമി അംഗീകരിച്ച ഒരു ട്രെയിനിങ്ങും അതിനനുസരിച്ചുള്ള കായിക പരിശീലനം ഇവിടുന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയത്. അത് കുട്ടികൾക്ക് ആ ഒരു ലെവലിലേക്കുള്ള സ്പോർട്സ് മീറ്റുകൾ പങ്കെടുക്കാനും സാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലായത്. ഇനിയാണ് നമ്മുടെ പരിപാടിയുടെ മെയിൻ സംഭവം, ഡെമോ. എല്ലാ കിക്ക് ബോക്സിംഗ്, റെസ്ലിംഗ്, ബോക്സിംഗിന്റെ ഒക്കെ ഡെമോ. അവനെ പൊക്കാൻ മാത്രം ചങ്കുറപ്പ് നിനക്കുണ്ടടാ എങ്കി വന്ന് പൊക്കടാ. കൊടിയേറ്റ് നടത്തിയെങ്കിൽ ഉത്സവം ജഗന്നാഥൻ നടത്തി. Yes,
E aí, DJ Guida, assim, ó, tá vagabundo mesmo, cachorro. മാർഷൽ ആർട്സ് ഇതൊരു സ്പോർട്സ് ഇവന്റ് ആണ്. ഇത് ആളുകളെ ആക്രമിക്കാനോ പിടിക്കാനോ നല്ല യൂസ് ചെയ്യുന്നത് ഓൺലി സ്പോർട്സ് ഇവന്റ് ആണ്. ഇതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻ വെച്ചാൽ എല്ലാ ഗെയിമുകളും നമുക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. ചില ഗെയിമുകൾ ഇവിടുന്ന് അപ്ലൈ ചെയ്യാൻ തന്നെ പറ്റില്ല. അതുകൊണ്ടാണ് ആ മാറ്റിലൊക്കെ ഇഞ്ചുറി വരുന്നത്. അതിനൊക്കെ സേഫ്റ്റി മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇവന്റുകളാണിത്. ഈ സൗകര്യം വെച്ച് ചെറിയൊരു ഡെമോ നിങ്ങൾ കാണിച്ചു തരുന്നത്. താങ്ക് യു. നമ്മുടെ പുതിയ ക്ലബിന്റെ BMA ക്ലബിന്റെ ഫിദാലിന്റെ ഉമ്മയാണ് ഇവിടെ ഉള്ളത്, മുഹമ്മദ് ഫിദാലിന്റെ. നിങ്ങളെ മോനെ പറ്റി എന്താ പറയാനുള്ളത്? എന്റെ മോനെ പറ്റി എന്ത് സന്തോഷം തന്നെ. പിന്നെ പുതിയ ക്ലബൊക്കെ തുടങ്ങി അഭിമാനിക്കുന്ന നിമിഷങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ പറയും. ഓനെ ഇവിടെ ക്ലബ്ബ് തുടങ്ങാൻ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഗൈസ്, ഫിദാലിന്റെ മുഹമ്മദ് ഫിദാലിന്റെ ഉമ്മാമ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പേരക്കുട്ടിനെ പറ്റി എന്താ പറയാനുള്ളത്? സന്തോഷം തന്നെ, അൽഹംദുലില്ലാ. പിന്നെ ഫിദാൽ എങ്ങനെ ഇപ്പൊ ക്ലാസ് ഒക്കെ തുടങ്ങുന്നതിനെ പറ്റി പറഞ്ഞൊക്കെ ചെയ്യും? സന്തോഷം തന്നെ. ഫുള്ള് ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല ഇതിന്റെ ബാക്കിൽ. ഇപ്പൊ ഓന്റെ സ്വപ്നം യാഥാർത്ഥ്യമായിക്ക് എന്താ പറയാനുള്ളത്? ഫിദാലിനോട് ഇപ്പൊ എന്താ പറയാനുള്ളത്?
വിധാനമൊന്നും അറിയാൻ നല്ല സന്തോഷം തന്നെയാണ്. വിജയിക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥന. ഇതാണല്ലോ ചാച്ചി ഉണ്ട് മുളപ്പുരം. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇതാല് നല്ല അഭിമാനാണ്. കാരണം വെച്ചാല് ഈ എല്ലാ പ്രവർത്തനത്തിലും പോകും. പിന്നെ ജിമ്മ് കരാട്ട എന്നൊക്കെ പറഞ്ഞ നല്ലൊരു ഹോബിയാണ്. പിന്നെ എല്ലാത്തിലും എന്തൊരു പ്രതിസന്ധിയിലാണെങ്കിലും ഈ സംഭവത്തിനും പോയിരിക്കും. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നല്ല ഉഷാർ, അടിപൊളി, ചെറിയ അടിപൊളി. ഭയങ്കര അഭിപ്രായം. അവനെ എപ്പോഴും പിന്നാതെ പറയുന്നത്. ഇനി ഇപ്പൊ ക്ലാസ് ഒക്കെ തുടങ്ങി, CI ഒക്കെ വന്ന് ഇനോഗ്രേഷൻ ഒക്കെ ചെയ്ത് ഇനിയിപ്പോ ലൈഫ് വേറെ റേഞ്ചിലേക്ക് ആവാൻ പോവാ. അപ്പോ എന്റെ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ്. അപ്പൊ ഗൈസ് അർഷിദ് ഉണ്ട് ഇവിടെ. അർഷിദ എന്താ പറയാനുള്ളത്? പറ. ഞാൻ BMA പ്ലെയറാണ്. BMA സപ്പോർട്ട് ചെയ്യാ, BMA വരിക. എന്താ പറയാ, അല്ലാതെ എന്ത് പറയാ. പ്ലെയറാ? ഞാൻ ബോക്സർ. അറിയില്ലേ, റെസ്ലിംഗ് ചാമ്പ്യനാണോ? ചാമ്പ്യനാണ്. ഫസ്റ്റ് അടിച്ച് പിന്നെ സ്റ്റേറ്റ് ഗോൾഡ്. അപ്പൊ നിയാസ്ക നമ്മളെ ക്ലാസ്സിനെ പറ്റി എന്താ പറയാനുള്ളത്? ക്ലാസ് അടിപൊളി ക്ലാസ് തന്നെയാണ്. ഞാനും ഒരു 3.5 വർഷം BMA പിന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ വളരെ ഉപകാരപ്രദമായ ക്ലാസ്സുകളും ഒക്കെ കിട്ടിയത് BMA നിന്നാണ്. അത് വളരെയധികം ഉപയോഗപ്പെടുകയും ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ. എന്തായാലും എല്ലാവിധ ആശംസകളും. അയ്യോ, ഉപയോഗപ്പെട്ട ദൃശ്യങ്ങളും അതിന്റെ കഥകളും ആണ് പ്രേക്ഷകർക്ക് കേൾക്കട്ടെ. അതാണ് അത് പറയാൻ പാടില്ല. എന്തായാലും ഒരു ചെറിയൊരു ഇൻസെപ്റ്റ് എന്താ സംഭവിച്ചത്? ചെറിയൊരു അല്ല, നമ്മള് ഓട്ടോമാറ്റിക്കലി നമ്മളൊരു കൈ വഴങ്ങുന്നതും കാല് വഴങ്ങുന്നതൊക്കെ നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എതിരാളി കൈത്. അപ്പൊ ഇതാണ് ഇവിടെ BMA മാർഷൽ ആർട്സ് ഫിറ്റ്നസ് ഹബിന്റെ ഗുണം. ആരെങ്കിലും ചാമ്പാൻ വന്നാൽ നമുക്കത് തിരിച്ച് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു എനർജിയും ആ ഒരു ധൈര്യവും അന്നേരം കിട്ടും. ഇയാളെ ചോക്കിംഗ് ആണ്, ഇയാളെ സമാധാനിപ്പിക്കാൻ പേടിക്കേണ്ട, ഞാനിത് എടുത്തു തരും, പേടിക്കൊന്നും വേണ്ട എന്ന് പറയാൻ. അപ്പൊ ഇയാളെ പുറകു വശത്ത് പോയി നിൽക്കുക. നമ്മൾ പുറകു വശത്ത് പോയി ഇയാളെ കാലെന്ത് ചെയ്യുക, അകത്തി വെക്കുക. കാലകത്തി വെച്ചിട്ട് നമ്മുടെ ഒരു കാര്യങ്ങൾ ഉള്ളോട്ട് കയറ്റി വെക്കുക. നേരെ എന്ത് ചെയ്യുക, പൊക്കിളുടെ നേരെ എന്ത് ചെയ്യുക, അല്ല കട്ട് അതാണ് കഴിയുന്നില്ല. അപ്പൊ പൊക്കിളുടെ നേരെ ഇങ്ങനെ പിടിക്കുക. നേരെ പിടിച്ച് എന്ത് ചെയ്യുക, ഈ കൈ ഇങ്ങനെ മുഷ്ടിച്ചെടുക്കുക. അതാണ്ടില്ല, മുഷ്ടിച്ചെടുക്കുക. നേരെ ഇവിടെ കൊണ്ടുവരും, ഇവിടെ വെക്കുക. ഇവിടെ വെച്ചിട്ട് ഈ മറുകൈ കൊടുക്കാൻ ലോക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഉള്ളോട്ടൊരു കുത്തും മുകളോട്ടൊരു പൊക്കിടുക. ത്രസ്റ്റ്, അബ്ഡോമിനൽ ത്രസ്റ്റ്. എങ്ങനെ നമ്മൾ ഈ തോണിയൊക്കെ തോന്നുന്നില്ലേ, അതേമാതിരി ഉള്ളോട്ടൊരു കുത്തുക, മുകളോട്ട് പൊക്കുക. എങ്ങനെ ചെയ്യാം. എന്നിട്ട് അപ്പൊ ഈ പുതിയ അപ്ഡേഷനിൽ പറയുന്ന ഒരു മെത്തേഡ് കൂടി ചെയ്യണമെന്നാണ് പറയുന്നത്. ഈ 2027 ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന എല്ലാം അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളാണ്. അതുകൊണ്ടായി പറയുന്നത് 2025 വന്ന മാറ്റാണ് പറയുന്നത്. അപ്പോൾ ഇത് ചെറുങ്ങനെന്ന് വെച്ചാൽ ബാക്ക് സ്ലാപ്പ് കൊടുക്കുന്നതാണ്. ഇയാളെ കുറിച്ച് എന്ത് ചെയ്യാം, ഇവിടെ ഇങ്ങനെ കുറിച്ച് സപ്പോർട്ട് പിടിക്കാം. ഇവിടെ ഇതാ ഈ രണ്ട് കൈപ്പിന്റെ ഇടയിൽ ഇവിടെ കണ്ടില്ല, ഇങ്ങനെ എന്ത് ചെയ്യാം, നന്നായിട്ട് എന്ത് ചെയ്യാം, സ്ലാബ്സ് കൊടുക്കുക. ഈ ഇതിലുള്ള ഭാഗം ഉപയോഗിച്ച് നന്നായിട്ട് ഇങ്ങനെ നമുക്ക് നേരെ ഇതിങ്ങനെ ചെയ്തിട്ട് കണ്ടില്ല, പൊക്കിൽ നേരെ വെക്കുക, ഇങ്ങനെ വെച്ച് തോണി തോയാൻ പോലെ ചെയ്യാം. അപ്പൊ ഈ മെത്തേഡിന്റെ പേരാണ് ഹെംലിച്ച് മാനുവർ. അയാൾക്ക് ഷോക്കിംഗ് ആണോ, അയാൾക്ക് സംസാരിക്കാനാവില്ല, അയാൾ ഒക്കെ പറയും സംസാരിക്കാൻ. എനിക്ക് തൊണ്ടയിൽ കുടിക്കുന്ന അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ചോദിക്കാം എന്താണ് കഴിച്ചത്, ചിക്കൻ ബിരിയാണി, ആയിക്കോട്ട് കഴിച്ചോന്ന് പറയാം. അപ്പൊ അയാൾക്ക് സംസാരിക്കാൻ. അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആണ് ഒരാൾക്ക് ആക്സിഡന്റ് പറ്റിയാൽ എങ്ങനെയാണ് സൂക്ഷിക്കുക എന്നുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആണ്. അപ്പൊ ഇയാളെ 1, 2, 3 ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു യൂണിറ്റ് ലോക്കാ നോക്കല്ലേ, ലോക്കല്ലേ 1, 2, 3 ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഇങ്ങോട്ട് പറഞ്ഞു. ഓക്കെ, 1, 2, 3 ഷിഫ്റ്റ് പറഞ്ഞു. ഇങ്ങനെ മറക്കുന്നു. ഓക്കെ, അടുത്ത ആൾ തയ്യാറായി നിൽക്കുന്നുണ്ടല്ലോ, ചെയ്തിട്ടില്ലേ, രണ്ടുകളാണ് വന്നിരിക്കുന്നല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ കൈത്തണ്ടൽ കൊണ്ടുപോക്കല്ലേ, നമ്മുടെ ആക്സിഡന്റ് ആയിട്ട് കിടക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ,
അപ്പൊ ഇയാള് ഇവിടെ ഒരു സംഭവിക്കാതിരിക്കട്ടെ, ബൈക്ക് ആക്സിഡന്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. നിങ്ങള് പറ്റുന്ന ആളുകൾ മുന്നോട്ട് വരാം, ഇയാളെ വലിച്ചു കൊണ്ടുപോകാം. എങ്ങനെ നിങ്ങൾ ചെയ്താൽ ആദ്യം നിങ്ങൾ ചെയ്താൽ ഞാൻ നോക്കട്ടെ. ആ എടുക്കുക, നിങ്ങൾ എടുക്കണേ. ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ എവിടെ ചെയ്യാറുള്ളത്. ഇയാൾക്ക് നെറ്റിലിനൊക്കെ ചെറിയൊരു പരിക്കുണ്ടാക്കി, അത് വലിയ പരിക്കായിട്ട് നമ്മൾ സ്പൈൻ ഇഞ്ചൂർ സംഭവിക്കും. ഇയാൾ ആജീവനാന്ത എന്ത് ചെയ്യും? ബ്രെയിൻഡല്ല, ആജീവനാന്ത ഇയാൾ കിടക്കയിലോ വീൽ ചെയറിലോ ഉണ്ടാവും. അപ്പൊ ആ ഒരു മെത്തേഡാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇയാൾക്ക് ബോധം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ ഇയാളോട് പറയാം, മുൻഭാഗത്തോടെ പറ്റി പറയുന്നത് പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ സുരക്ഷിതമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മളെന്താ ഒരു 5 ആള് വരണം. ഒന്ന് ചെയ്യാൻ വരെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. മണിബന്ധത്തിൽ പിടിക്കാൻ പറഞ്ഞു. പരസ്പരം പിടിച്ചു കഴിഞ്ഞാൽ പറയാം, കൂടുതൽ എടുക്കരുത്, കൂടുതൽ എടുക്കാതെ. ഓക്കെ, സമയമുണ്ട്, സമയത്തെ എടുത്ത് ചെയ്താൽ മതി. തിരക്ക് പിടിച്ച് വാരി വരിച്ച് കൊണ്ടുപോകേണ്ട ഒരാവശ്യമില്ല. കാരണം ഇയാൾക്ക് ശ്വാസമുണ്ട്, ജീവനുണ്ട്, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് വാരി വലിച്ച് കൊണ്ടുപോകേണ്ട, തിരക്കൂടണ്ട. ഓക്കെ, പിടിച്ചോ, പിടിച്ചോ, പരസ്പരം പിടിച്ചോ. പിടിച്ചു കഴിഞ്ഞാൽ ടീം ലീഡറുടെ ഹെഡ് ഭാഗത്ത് വീണ്ടും കമാൻഡ് തരും. 1 2 3 അപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു യൂണിറ്റ് ആയിട്ട് പൊന്തണം. അവിടെ കാലം സപ്പോർട്ട് കൊടുക്കുന്ന ആള്, കാലം സപ്പോർട്ട് പറഞ്ഞ 1 2 3 അപ്പ്. 1 2 3 അപ്പ്. ചെറിയ ബിസ്ക്കറ്റ് വലിയ ബിസ്ക്കറ്റ്. ഓക്കെ, ഇങ്ങനെ 10 കിലോമീറ്റർ കൊണ്ടുപോകാനാണ് അതൊക്കെല്ലാണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് 10 കിലോമീറ്ററോളം ആളെ കൊണ്ടുപോകാനാണ് പറയുന്നത്. അതേസമയം നിങ്ങൾ നേരത്തെ ചെയ്യുന്നതാണ് അമർത്തിക്കോട്ടെ, എണ്ണിക്കോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. ഇത് ചെയ്യേണ്ടത് നമുക്ക് ഒരു സ്പീഡ് കൂടി ചെയ്യരുത്, എന്നാൽ സ്പീഡ് കുറയേണ്ടത്. നമ്മുടെ ഹൃദയം എങ്ങനെയാണോ ഇടിക്കുന്നില്ലേ, ഹൃദയം ഇങ്ങനെ ഇടിക്കുന്നുണ്ടോ? ഇല്ലാലോ, ഇങ്ങനെ ഇടിക്കില്ലല്ലോ. അതിനൊരു താളം ഉണ്ടല്ലേ, ആ താളത്തിന്. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ BMAയിലുള്ള ഹമ്മദ്. ചങ്ങായി പബ്ലിസിറ്റി ഒന്നും ആഗ്രഹിക്കാത്തൊരു മനുഷ്യനാണ്. അടിപൊളി ഹാർഡ് വർക്കിംഗ് ട്രെയിനർ ആട്ടോ. അപ്പൊ എന്തായാലും കുറച്ച് പായസം എങ്ങനെയുണ്ട്, പായസം എങ്ങനെയുണ്ട് ചോദിച്ചേ. സ്റ്റാർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ പബ്ലിസിറ്റി ഒന്നും ആഗ്രഹിക്കാത്ത, പക്ഷെ ഇഷാമിനോട് ചോദിക്കും. ഇഷാം ഇനി പറയണോ പായസം എങ്ങനെയുണ്ട്? നല്ല വയസ്സ്, നല്ല വയസ്സ്. ക്യാമറ നല്ല വയസ്സ്. ക്ലാസ്സിനെ പറ്റി എന്താ പറയാ? ക്ലാസ് നല്ല വെൽ സെറ്റ്, നല്ല വൃത്തിക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. റസാഖ് മാച്ച് 2-3 ദിവസമായിട്ട് ഉറങ്ങിക്കൂടില്ല. റസാഖ് മാച്ച് 2 ദിവസമായിട്ട് ഉറങ്ങിക്കൂടിയില്ല. 3 ദിവസമായിട്ട് ഉറങ്ങിക്കില്ല ഗൈസ്. ഞാളെ മാച്ച് ഹാർഡ് വർക്ക്. നീ ഇങ്ങനെ തുടങ്ങിയോ ക്ലാസ്സൊക്കെ? ഞാൻ പായസം കുടിച്ചിട്ടില്ല, ബാക്കി എല്ലാവരും കുടിച്ചു. എന്താ ചെയ്യാ. അസ്സലാമു അലൈക്കും. ഇത് നമ്മളെ ഓൾ ആൻഡ് ഓൾ. എനിക്ക് തോന്നുന്നു ഇത് തുടങ്ങാനൊരു ഭാഗങ്ങളും ഉണ്ട് അല്ലെ? എന്താണ് പറയാനുള്ളത്? നമ്മൾ ഒരുപാട് കാലത്തെ ഒരു സ്വപ്നമായിരുന്നു കക്കാട് ഇങ്ങനെ ഒരു ക്ലബ്ബ് തുടങ്ങാന്നുള്ള. ഇന്നാണ് സഫലീകരിച്ച. എല്ലാവിധ അഭിവാദ്യങ്ങളും. മനോജ് സാർ ഇവിടെ വന്നിട്ട് നമ്മുടെ BMA ഫൈറ്റ് ക്ലബിന്റെ റസാഖ് മാഷിന്റെ പുതിയ ക്ലബിന്റെ ഇനോഗ്രേഷൻ ആണ്. ഞാൻ ഇപ്പൊ കോഴിക്കോട് നിന്ന് നമ്മളെ എല്ലാമായ റസാഖ് മാഷ് ക്ഷണം സ്വീകരിച്ച് വന്നതാണ്. ഇന്ന് പൊളിക്കണം, ഇനി മുന്നോട്ടേക്കും പൊളിക്കണം. നിയാസ് ഫിദാലായിട്ട് എന്താ ബന്ധമുണ്ടോ? ഞങ്ങള് എങ്ങനെ ഇനോഗ്രേഷൻ വന്നൊക്കെ പറയും. റസാഖ് മാഷ് ക്ഷണിച്ചിട്ട് വന്നതാ. ഞാൻ കണ്ണൂരാണ് സ്ഥലം. കണ്ണൂരിൽ ഇങ്ങോട്ട് ക്ഷണത്തിന് ഇതായിട്ട് വന്നാണ് ഗൈസ്. അവിടെ കരാട്ടെ സെന്റർ നടത്തുന്നുണ്ട്. ബുഡോക്കം ഫൈറ്റേഴ്സ് അക്കാദമി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷം കണ്ടിട്ട് എന്താ തോന്നുന്നത്? അൽഹംദുലില്ലാ, നല്ല തന്നെ, നല്ല സന്തോഷമായി, വളരെ ഏറെ സന്തോഷമായിട്ടുണ്ട്. നമ്മളൊരു കിക്ക് ബോക്സിങ്ങിന്റെ മാഷും കൂടിയാണ്.
പിന്നെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള നല്ലൊരു ബന്ധമുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ സെറ്റ് ഗൈസ്. നമ്മളെ റസാഖാന്റെ ഒരു ക്ഷണം സ്വീകരിച്ചാണ് നമ്മളിവിടെ എത്തിയത്. എന്തായാലും കക്കാട് ആദ്യമായിട്ടാണ് നിങ്ങളൊരു പരിപാടി നടക്കുന്നത്. എന്തായാലും ഉഷാറാക്കണം. പിന്നെ നമ്മളെ നാട്ടിലാണ്, കക്കാടാണ് ഞാൻ എൻ്റെ നാട്. പിന്നെ എന്റെ ഒരു അഫ്സൽ എന്നാണ്. ഇൻഷാല്ലാ എല്ലാവിധ ആശംസകളും നേരുന്നു. ഉഷാറാക്കി. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മളെ അഫ്സൽക്ക്. നമ്മളെ കക്കാടുന്ന ഒരുപാട് ആൾക്കാർ റസാഖ് മാഷ് ക്ഷണം സ്വീകരിച്ച് കൊണ്ട് വന്നിട്ട്. അപ്പൊ ഗൈസ്, റാസി ഉണ്ട് ഇവിടെ നമ്മളെ ഉദ്ഘാടനത്തിന് വന്നിട്ട്. നമ്മളെ ക്ലാസ്സിനെ പറ്റി എന്താ പറയാനുള്ളത്? കണ്ടപ്പോ ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയുന്നത് അറിയുന്നില്ല. എന്നെ ക്ഷണിച്ചതുകൊണ്ട് ഞാൻ വന്നതാണ്. അപ്പൊ ഗൈസ്, നമ്മുടെ BMA ഗേൾസും ഉണ്ട് ഇവിടെ. റെസ്ലിംഗ് ചാമ്പാണിത് ശ്രീപാർവതി. ഇപ്പൊ BMA പുതിയ ക്ലാസ് ഒക്കെ ഇനോഗ്രേഷനും ഒക്കെ കഴിഞ്ഞു. എനിക്ക് എന്താണ് നല്ല അഭിപ്രായം. വേറെന്തൊക്കെയാ പറയാനുള്ളത്? ഇൻട്രോവേർട്ട് ആണ് ഗൈസ്, സാരല്ല. നമുക്ക് ബാക്കി എക്സ്ട്രോവേർട്സിനെ പിടിക്കാം. ഹലോ ഗൈസ്, നമ്മളെ കൂടെ ഉള്ളത് വോളിബോൾ കോച്ചാണ്. സാറിന്റെ പേരെന്താണ്? എന്താടാ? എന്റെ പേര് സാദിഖ്. കാലിക്കറ്റ് ഹീറോസിന്റെ അസിസ്റ്റന്റ് കോച്ചായിരുന്നു. ഇപ്പൊ കറന്റ് ഞാൻ സ്കൂൾ അധ്യാപകനാണ്. മലപ്പുറം ജില്ലയില് തിരൂര് BYKVHS വളവന്നൂരിലെ കായികാധ്യാപകനാണ്. വോളിബോൾ പ്ലെയർ കൂടിയാണ്. മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നു. നിങ്ങളുടെ കോച്ചിന്റെ ശിഷ്യനും കൂടിയാണ്. സ്വീകരിച്ച് മലപ്പുറത്ത് നിന്ന് ക്ലബിലോട്ട് വന്നതാണ്. അപ്പൊ എന്തായാലും പുതിയ ക്ലബും ഫിദാനിലെ ക്ലബിനെ പറ്റിയൊക്കെ എന്താ പറയാനുള്ളത്? നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കോച്ചാണ് നിങ്ങളുടെ റസാഖ് സാറ്. അത് നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഓക്കെ, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, എല്ലാം പഠിച്ചെടുക്കുക, ചാമ്പ്യൻ. അതാണ് ഉദ്ദേശിച്ചത്. ഇത് നമ്മളെ പുതിയ BMA കോച്ചാണ്. നല്ല കോച്ചാണ്. എല്ലാരും അഡ്മിഷൻ എടുക്കുക. കക്കാട് BMA നല്ല കോച്ചാണ്.